ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടന്നിടുവാൻ. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടന്നിടുവാൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടന്നിടുവാൻ. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടന്നിടുവാൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തു ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പ ഹേതുവായി അവർക്ക് വലിപ്പാൻ കഴിഞ്ഞില്ല. ഇവിടെ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ തിബെരിയാസ് കടൽക്കരയിൽ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്ന ഒരു ഭാഗമാണിത്. അതിനുശേഷം യേശു പിന്നെയും തിബെരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും പറയാണ്, ഗലീലയിലെ കനാലയിലെ നഥനയേലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. തങ്ങളുടെ ജോലിയിൽ പരാജിതരായി നിൽക്കുന്നവരുടെ അടുത്ത് പുലർച്ചെയായപ്പം യേശു കരയിൽ നിന്നിരുന്നു. ആ രാത്രി മുഴുവൻ കർത്താവ് കാത്തു നിന്നത് പരാജയപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തേടിയാണ്.
ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നൊരു പരാജയ ബോധത്തോടാണോ നീ വചനം കേൾക്കുന്നത്? പരാജയപ്പെട്ട നിന്നെ തേടി യേശു നിൽക്കുകയാണ്. പിന്മാറിപ്പോയ ശിഷ്യന്മാരെ തേടി കാത്തുനിന്ന യേശുവിനെയാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ 24:13 മുതൽ അവിടെ പറയുകയാണ്, അവിടെ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുത്ത് കാത്തു നിൽക്കുന്ന ശിഷ്യന്മാരെക്കുറിച്ച് വിശുദ്ധ വേദോസ്തവം നമ്മോട് പറയുന്നു. അവരുടെ കൂടെ കർത്താവ് ചേർന്ന് നടന്ന് അവരുടെ കൂടെ താമസിച്ച് അപ്പം നുറുക്കുമ്പോൾ അവർക്ക് കാഴ്ചയും മടക്കി വരുത്തി അവരെ തിരിച്ച് ഉറപ്പിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസ് പരാജയ ബോധത്തോടുകൂടെ ഇരുന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിലൂടെ, ആ സ്നേഹത്തിൻ്റെ നോട്ടത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ ആ ശിഷ്യന്മാരാണ് ഒന്നിച്ച് പറഞ്ഞു, നമ്മൾ മീൻ പിടിക്കാൻ പോകാൻ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി. പക്ഷെ അവർക്കൊന്നും പിടികിട്ടിയില്ല, ഒന്നും പിടിക്കാൻ പറ്റിയില്ല. എല്ലാം നിരാശയായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ രാത്രി പുലർച്ചെയായപ്പോൾ യേശു കരയിൽ വന്ന് നിൽക്കുകയാണ്. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. നമ്മുടെ നിരാശയിൽ, നമ്മുടെ സ്വയ ആശ്രയത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് ഒന്നും നേടാതെ ഇരിക്കുമ്പോൾ യേശു ഇരു കരവും നീട്ടി സഹോദര സഹോദരി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ നമ്മുടെ കൂടെ യേശു നടക്കുകയാണ്. നമ്മുടെ പാദമിടറി വീണുപോയാൽ നമ്മളെ തോളിൽ വഹിക്കുന്നവനാണ് ഈ നല്ല കർത്താവ്. സ്നേഹനിധിയായ കർത്താവാണ്. ഇല്ലായ്മ വരുമ്പോൾ നാട്ടുകാരും പ്രിയപ്പെട്ടവരും ഒക്കെ എന്നെയും നിങ്ങളെയും പരിഹസിച്ചെന്ന് വന്നേക്കാം. എന്നാൽ യേശു കർത്താവ് ഇല്ലായ്മയുടെ നടുവിൽ പരിഹസിക്കാനല്ല വരുന്നത്. ഇവിടെ കർത്താവ് ചോദിക്കുന്നുണ്ട്, യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. വാസ്തവമായിട്ട് അവരില്ല എന്ന് പറഞ്ഞു. അവരൊരു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് കാണുന്ന മനുഷ്യർ, ഇന്നിപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ കുഞ്ഞൊരു പരാജയപ്പെട്ടാൽ നിൽക്കുന്നെങ്കിൽ, പരാജയപ്പെട്ടത് അവരറിഞ്ഞെങ്കിൽ അവർ വന്ന് ചിലപ്പം ചോദിക്കും, പരീക്ഷയൊക്കെ എന്തായി, റിസൾട്ട് എന്തായി? പക്ഷെ അവർ പരാജയം അറിയാൻ വേണ്ടി, നിങ്ങളെയും കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ പരിഹസിക്കാനായിരിക്കും പറയുന്നത്. ആ പരിഹസിക്കുന്നവരുടെ നടുവിൽ യേശു അതിനല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. യേശു ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങളെ എന്ന് ചോദിക്കുന്നത് ആരാണ്? നമ്മുടെ അമ്മ. പലപ്പോഴും അമ്മ ചോദിച്ചേക്കാം, കുഞ്ഞെ നീ ഇന്ന് വല്ലതും കഴിച്ചോ, നീ എവിടെയായിരുന്നു കുഞ്ഞ്? ആ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഒരു സംസാരമാണ് യേശു. അല്ല, അമ്മ ഒരിക്കലും മക്കളെ കുറ്റപ്പെടുത്തുന്ന അമ്മയല്ല. അച്ഛൻ അടിക്കാൻ പോകുമ്പോഴും ആ അടിയിൽ നിന്ന് മോനെ ഇങ്ങ് മാറി നിൽക്കെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മയുടെ മാറോട് ചേർത്ത് സംരക്ഷിക്കുന്ന ഒരു അമ്മയുടെ സ്നേഹത്തോടാണ് യേശു ഇവിടെ ചോദിക്കുന്നത്, കൂട്ടാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം പറയാണ്, പടകിൻ്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾ ഇന്ന് വീശണം. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് കിട്ടും എന്ന് അവരോട് പറഞ്ഞു. പിന്നെന്താ സംഭവിക്കുന്നത്? അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അവർക്ക് വല വലിപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്മാറ്റക്കാർ തിരിച്ചു വരാൻ യേശു കാത്തു നിൽക്കുന്നു. പരാജയപ്പെട്ടവർ മടങ്ങി വരാൻ യേശു കാത്തു നിൽക്കുന്നു. ഒരവസരം കൂടെ നൽകാൻ കർത്താവ് കാത്തു നിൽക്കുന്നു. തിരുവചനത്തൊരു വേദഭാഗമുണ്ട്. ഒരു യജമാനൻ തൻ്റെ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു വൃക്ഷം ഫലം കായ്ക്കാഞ്ഞപ്പോൾ, 3 വർഷം കാത്തിരുന്ന് ഫലം കായ്ക്കാഞ്ഞപ്പോൾ വെട്ടിക്കളയണമെന്ന് യജമാനൻ പറയുമ്പോൾ ആ തോട്ടക്കാരൻ പറയാം, 1 വർഷം കൂടെ ഒന്ന് അവസരം കൊടുക്കാൻ. യെസ്, ഇന്നും കർത്താവ് ഒരിക്കലും ആരെയും വെട്ടിക്കളയാനോ തകർത്ത് കളയാനോ രോഗത്താലോ വിഷയത്താലോ ഇല്ലായ്മ ചെയ്യാനോ അല്ല യേശു ആഗ്രഹിക്കുന്നത്. യേശു ഇന്നും ആ രാത്രി മുഴുവൻ അവരോട് കൂടെ, അവർക്ക് വേണ്ടി രാത്രി മുഴുവൻ കാത്തുനിന്ന് ആ തിബരിയാസ് കരയിൽ നിന്ന കർത്താവ് ഇന്ന് ഇരു കരവും നീട്ടി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം പ്രിയ സഹോദര, നിങ്ങൾ പിന്മാറിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, ഒന്നുമില്ലാത്ത ശൂന്യമായി തീർന്ന പടകായിരിക്കാം നിങ്ങളുടേത്. ഒന്നുമില്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കാം പോകാവുന്നത്. ഇനിയും മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല, മറ്റു വഴികളൊന്നുമില്ല.
എന്നാൽ മറന്നു പോകരുത്, നിങ്ങളുടെ വിഷയം തീരുക തന്നെ ചെയ്യും. ഒരു മഴയും ഇന്നുവരെ തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതെ ഇരുന്നിട്ടില്ല. കാര്യം ആ തിരമാലയിൽ, നമ്മുടെ ചെറുതോണിയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്ത് യേശു ഉണ്ട്. മറന്നു പോകരുത്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ നടക്കുന്ന പ്രിയപ്പെട്ടവർ നടക്കുമ്പോൾ കർത്താവ് ഇവരുടെ കൂടെ, ആ തിർബേയാസ് കടയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി രാത്രി മുഴുവൻ കാത്തു നിന്നൊരു കർത്താവ് ഇവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്, ഞങ്ങളുടെ കൂടെ നടക്കുന്നു എന്നുള്ളത്, ഞങ്ങളുടെ പാദമിടറിയാൽ, ഞങ്ങൾ വീണുപോയാൽ ഞങ്ങളെ തോളിൽ വഹിക്കാൻ അരുമനാഥനുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ കർത്താവേ, എന്ന വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടന്നിടുവാൻ. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടന്നിടുവാൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല.